ഉണ്ടായിരുന്നു, പിന്നെ ബ്ലൂ ഷർട്ടിന്റെ പുള്ളി ഉണ്ടായിരുന്നു. ഈ പുള്ളി മാന്യമായിട്ടാണ് സംസാരിച്ചത്, പക്ഷെ ചിരിച്ചോട്ട് സംസാരിച്ചത്. കാരണം വെച്ചാൽ ഇവർക്ക് ചെയ്യായിരുന്നു. 70% റിസർവേഷൻ കൊടുത്തു, 10% സീനിയർ സിറ്റിസൺ, കുഴപ്പമില്ല. ബാക്കി 20% ഈ വരുന്ന ഡെലിഗേറ്റ്സിന് മൊത്തം കൊടുത്തേക്കണേ. ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൂ എന്ന് അറിഞ്ഞിട്ടും അവിടെ ഒരു സാധനം വെച്ച് പോലീസുകാർ ഇത്ര ആൾക്കാരുണ്ട് അവിടെ വെച്ച് തടഞ്ഞാൽ പോരെ. ഈ ആൾക്കാർ മൊത്തം അതുവരെ ക്യൂ നിർത്തിയിട്ട് ഇവിടെ വന്നിട്ടാകുമ്പോൾ ഇവിടുന്ന് 2-3 ആൾക്കാർ പറയാം, ഇവിടെ ഡെലിഗേറ്റ്സിന്റെ ആൾക്കാർ, അതായത് ഇവിടെ സെക്യൂരിറ്റി ആൾക്കാർ പറയാം, അവർ 10 മിനിറ്റ് കുറച്ചിട്ട് വെക്കോളൂ എന്ന് മാനിയാണ്. 10 മിനിറ്റ് കുറച്ച് ഞങ്ങൾ പട്ടികളൊന്നുമല്ല. 1180 രൂപ നമ്മൾ കുറച്ച് ടാഗ് എടുത്തിട്ടുണ്ടെങ്കിൽ പടം കാണാനാ, അല്ല വേറൊന്നുമല്ല. ഭക്ഷണം കഴിക്കാതെ പോയ ആൾക്കാർ നിൽക്കുന്ന അവിടെ. അപ്പൊ ഇവർ പെരുമാറുന്ന രീതി, ഇവർ സംസാരിക്കുന്ന രീതി, ഇവർ കളിയാക്കുന്ന രീതി, ഇപ്പൊ സംഭവിച്ച കാര്യം, അവിടെ പോയി ചെയർമാൻ എടുത്ത് പോയി കാര്യം പറഞ്ഞു. ഒരു പയ്യനെ ഇങ്ങോട്ട് വിട്ടു, എന്തിനാ ഇയാൾക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടി. ആ പയ്യനെയും കൂടി അവർ അകത്തേക്ക് പോയി. ഇതെന്താ ടോമാഞ്ചറി കളിക്കണം അവര്? ഇത്രയും കപ്പാസിറ്റിയിൽ ഇത്ര ആൾക്കാരുള്ളവരും എന്തിനാണ് അധികം ഡെലിഗേറ്റ് പാസ് കൊടുക്കുന്നത്? എന്തിനാ? പൈസ ഉണ്ടാക്കാൻ വേണ്ടി അക്കാദമിക്ക് ആണോ? ഇപ്പൊ ചോദിച്ചാൽ ഉത്തരം മറുപടി പറയാനില്ല, ചോദിച്ചാൽ മറുപടി പറയാനില്ല. മുഖത്തോക്കിട്ട് പറയുന്ന രീതിയിൽ ഒരു ചങ്ങായി അവിടെ നിന്ന് എല്ലാവരും പൊക്കോ ആട്ടി വിടാൻ. എന്താ അധികാരം മുതലാളിത്തം കാണിക്കുന്ന സമയം കഴിഞ്ഞു മാഷെ, അല്ല പണ്ട്. ഇനി ഏതാളാലും ശരി, അതിനൊന്നും ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും. നമ്മൾ മാന്യമായിട്ടാണ് സംസാരിച്ചത്, മാന്യമായിട്ട്. ഇതുവരെ ഈ പുള്ളിക്കാരൻ രാജേഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, ആ ചെയർമാൻ സംസാരിക്കാറ്, ഇത് നിങ്ങൾ ഇതിന്റെ ആരാ? ഒരു മിനിറ്റ് നിങ്ങളുടെ കാക്കടെ ആയിക്കോട്ടെ. നിങ്ങളെ വിളിച്ചിട്ട് ചെയർമാൻ ഫോൺ എടുക്കുന്നില്ലേ? ഞങ്ങളെ മുന്നിൽ എന്തുകൊണ്ട് സംസാരിച്ചില്ല? ചെയർമാൻ അതിന് ബാക്കിലുണ്ട്. ആ ചെയർമാനെ കണ്ടിട്ട് ചെയർമാനെ സെക്രട്ടറി വന്ന് നിങ്ങളോട് സംസാരിച്ചു. പുള്ളി ഒരു സൊല്യൂഷൻ ആ സമയത്ത് സെക്രട്ടറി വളരെ മോശമാണ്. വളരെ മോശം. ഓഫീസിന്റെ മുന്നിൽ 5 മിനിറ്റ് ചോദിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചു കൊണ്ട് പറഞ്ഞത്. ഒരാൾക്ക് ഇൻസൾട്ട് ചെയ്യാനോ അല്ലാതെ മറ്റവരെ മോശം അധികാരമില്ല, അത്രേ പറയാനുള്ളൂ. ഞങ്ങൾ ആരും അടിമകളൊന്നുമല്ല, അത് ആദ്യം മനസ്സിലാക്കും. ഞങ്ങളെ പാസ്സാക്കി വന്ന് കാണാൻ പറ്റുക സിനിമ, അല്ല വേറൊന്നുമല്ല. നിങ്ങളെ നാട്ടിൽ നിന്ന് നോക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഇത് പായൽക്കപാടിയാണ് മാത്രം പ്രശ്നം. ബാക്കിയുള്ള ആൾക്കാരെ കളിയാക്കുന്നത് അവർക്ക് വേറൊരു സിനിമ കാണാൻ പറ്റാത്തൊരു അവസരമാണ് ഇവിടെ പോകുന്നത്. അങ്ങനെ എല്ലാ സിനിമയ്ക്ക് പോയാലും ഇതുപോലെയാണ് അവസ്ഥ. ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് നിശാഗാന്ധി പോലുള്ള 3000 പേർക്ക് ഇരിക്കാതെ അതിന് അങ്ങോട്ട് ഷോ മാറ്റി വെക്കണമായിരുന്നു. ഈ 850 പേർക്ക് ഇരിക്കാതെ കുഞ്ഞു തിയേറ്ററിലെല്ലാം കൊണ്ടുവെക്കണ്ട. അവിടെ കൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണാൻ തയ്യാറാണ്. എ സി ഒന്നും വേണ്ടാതെ അവിടെ നിന്ന് കണ്ടുള്ള ആൾക്കാർ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന സിനിമ ഇതുപോലെ സീറ്റിംഗ് കപ്പാസിറ്റി കൂടിയ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കണം. സ്വാഭാവികം മലയാളികളുടെ അഭിമാനമായ ഒരു സിനിമയാണ് ഞാൻ പോയത്. ഈക്വലായിരിക്കും. ഇത് അവർക്ക് മാത്രം മുന്നോട്ട് കൊടുക്കും. നമ്മളൊക്കെ ഈ രാവിലെ വന്ന് കിടന്ന് ജോലി ഉപേക്ഷിച്ച് ഈ ഫിലിം കാണാൻ വന്നിട്ട് കാണാൻ പറ്റുന്ന 2 മണിക്ക് വന്ന് ഇത് നോക്കി വന്നപ്പോൾ മാത്രമേ ഇല്ല. നമ്മളെന്താണ് നമുക്ക് ഷോ വേണം, ഫസ്റ്റ് ഷോ മസ്റ്റാണ്. അല്ലെങ്കിൽ ചെയർമാൻ ഒന്ന് സംസാരിക്കട്ടെ, എന്താ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതെ ഒരു തീരുമാനമാക്കിയിട്ട് കാര്യങ്ങൾ അവസാനം അവർക്ക് ഒരു സ്പെസിഫൈഡ് കണക്ക് അവർക്ക് വേണ്ടി മാത്രം